ഇന്ന് നമ്മോടൊപ്പം ഈ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഗീത പാർവതിയാണ്. മണിപ്പാൽ ടാറ്റ മെഡിക്കൽ കോളേജിന്റെ ഫാക്കൽറ്റിയും സൈക്കാട്രിസ്റ്റുമായിരിക്കുന്ന ഡോക്ടർ ഗീത പാർവതി നമ്മുടെ ലൈവിൽ പല പ്രാവശ്യം ജോയിൻ ചെയ്തിട്ടുണ്ട്. മാം, താങ്ക് യു ഫോർ ജോയിനിങ് ഫോർ ഫീബ ഓൺലൈൻ ലൈവ്. Thanks for having me. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പല രീതിയിലുള്ള വാർത്തകൾ കേൾക്കുകയും പല അപകടങ്ങളും പല രീതിയിലുള്ള ആക്സിഡൻസ് നമ്മളെ വളരെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്നതായിട്ട് നാം കാണാറുണ്ട്. ഈ ദിവസങ്ങളിൽ ആളുകൾ കടന്നു പോകുന്ന പല രീതിയിലുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസിനെ പറ്റി നാം വാർത്തകളിൽ മാധ്യമങ്ങൾ കാണുന്നു. ഇന്ന് ഫീബ ഓൺലൈനിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനെ പറ്റിയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അതിന്റെ വാക്കുകൾ ഇച്ചിരി കഠിനമായി നമുക്ക് തോന്നാം. ഇതൊരു മാനസിക ക്ഷതമായി, ശരീരത്തിനോ മനസ്സിനോ ഒക്കെ ഉണ്ടാകുന്ന ക്ഷതം കൊണ്ട്, ഒരു ബുദ്ധിമുട്ട് കൊണ്ട്, ഒരു ഇവന്റ് കൊണ്ടൊക്കെ നമ്മുടെ മനസ്സിന് ഉണ്ടാകാവുന്ന ഒരു ക്ഷതത്തെ പറ്റിയാണ്. ഇതിനെപ്പറ്റി കൂടുതൽ മാം നമ്മളോട് ഡിസ്കസ് ചെയ്യും. ഒരുപക്ഷെ വാഹന അപകടങ്ങളോ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായ എന്തെങ്കിലുമൊക്കെ ട്രോമാറ്റിക് എക്സ്പീരിയൻസോ ഒക്കെയാണ് ഇതിന് കാരണം. ഇത് ഒരുപക്ഷെ ആദ്യം കേൾക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ യുദ്ധഭൂമിയിലാണ് ഇതിനെപ്പറ്റി കേട്ടത് എന്നാണ് പറയുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനെ പറ്റി പറയുന്നത് ദ സോൾജിയേഴ്സ് ഹാർട്ട് എന്നൊക്കെ ഇതിനെപ്പറ്റി ആദ്യം പറയുന്നുണ്ടായിരുന്നു. ദ ഷെൽ ഷോക്ക് സിൻഡ്രം എന്നായിരുന്നു ആദ്യം ഇതിനെപ്പറ്റി അറിയപ്പെട്ടിരുന്നത്. ഓരോ വേൾഡ് വാർ കഴിയുന്നതനുസരിച്ച് ഇതിന്റെ പേരുകൾക്ക് മാറ്റം വന്നുവെങ്കിലും 1980 DSM-4 ട്രോമാറ്റിക് ന്യൂറോസിസ് എന്ന ഇതിന്റെ അണ്ടറിൽ ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനെ പറ്റി കൂടുതലായിട്ട് വിവരിച്ചത്. പിന്നീട് ഇത് റേപ്പ് വിക്ടിംസിനെ പറ്റിയും അവരുടെ മാനസികാവസ്ഥയിൽ ഉണ്ടായ വ്യത്യാസത്തെ പറ്റിയും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒത്തിരി വലിയ പേരാണെങ്കിലും എന്താണ് ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ? പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ജിപ്പു പറഞ്ഞതുപോലെ 1980 തുടക്കത്തില് US-ലുള്ള വിയറ്റ്നാം വാർ വെറ്ററൻസില് അന്നത്തെ സൈക്യാട്രിസ്റ്റുകൾ ഒരേ രീതിയിലുള്ള ഒരു സിംറ്റംസ്, യുദ്ധഭൂമിയിൽ നിന്ന് റിട്ടയർ ആയി വന്ന സോൾജേഴ്സിൽ ഒരേ രീതിയിലുള്ള ഒരു ക്ലസ്റ്റർ ഓഫ് സൈക്കോളജിക്കൽ സിംറ്റംസ് അവര് ശ്രദ്ധിക്കുകയുണ്ടായി. കുറെ ലക്ഷണങ്ങൾ എല്ലാവരും ഒരേ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു. അപ്പം വന്നതിനകത്ത് എല്ലാവർക്കും പിന്നീട് വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ റേപ്പ് വിക്ടിംസ്, ആക്സിഡന്റല്ലേ മറ്റ് ശാരീരികമോ മാനസികമായിട്ടുള്ള ആഘാതങ്ങൾ ഉണ്ടായിട്ടുള്ളവരിൽ ഇത്തരത്തിലുള്ള സിംറ്റംസ്, ലക്ഷണങ്ങൾ, ഒരേപോലെയുള്ള ലക്ഷണങ്ങൾ വന്നപ്പോഴാണ് ഇത് ഒരു ഈ പറഞ്ഞ സ്ട്രെസ്സുമായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചും സ്ട്രെസ്സിനേക്കാളും ഉപരി ട്രോമ അല്ലെങ്കിൽ ആഘാതം എന്ന് തന്നെ പറയാം, ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ജീവന് വരെ ഭീഷണിയായേക്കാവുന്ന ഒരു ആഘാതം ഉണ്ടായിട്ടുള്ള ആൾക്കാരിൽ ഇത്തരത്തിലുള്ള ഒരു ലക്ഷണങ്ങൾ, ഒരു ക്ലസ്റ്റർ ഓഫ് സിംറ്റംസ് എന്ന് പറയാം, പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഒരുപോലെ ഒരേ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു. അങ്ങനെയാണ് DSM-4 ആദ്യമായിട്ട് ട്രോമ റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്ന രീതിയിൽ വന്നത്. ഇപ്പം നമ്മളത് പിന്നീട് ആ ഡയഗ്നോസിസ് ഒരുപാട് റിവൈസ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് DSM-5 ടെക്സ്റ്റ് റിവിഷൻ 5 വന്നേക്കുന്നത് നമ്മളതിനെ ട്രോമ ആൻഡ് സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്ന ഒരു ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. അതിൽ PTSD മാത്രമല്ല, മറ്റ് ചില കണ്ടീഷൻസ് കൂടെ ഇപ്പൊ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ആൾക്കാർ കേട്ടിട്ടുള്ള പേര് PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നുള്ളതാണ്. മറ്റ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോ ഇതിൽ സ്പെസിഫിക് ആയിട്ട് PTSDയെ പറ്റി പറയുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജീവന് ഭീഷണി ആയേക്കാവുന്ന ഒരു ഇൻസിഡന്റിന് ഇരയാവുകയോ അല്ലെങ്കിൽ അതിന് ദൃക്സാക്ഷിയാവുകയോ ചെയ്യുന്ന ആൾക്കാരിലാണ് ഇത് വരിക. ഒന്നാമത്തെ കാര്യം. ഓക്കെ, ജീവന് ഭീഷണി എന്ന് ആകാം, അത് ചിലപ്പോ അത് പലതരത്തിലുണ്ട്. അതിപ്പം യുദ്ധങ്ങളാകാം, ആക്സിഡന്റുകളാകാം, കോവിഡ് ആകാം. കേരളത്തില് നമ്മളുടെ വെള്ളപ്പൊക്കം വന്നപ്പോ, ഫ്ലഡ് വന്നപ്പോ ഒരുപാട് അത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ചിലപ്പോൾ സെക്ഷൽ ട്രോമ, റേപ്പ് പോലത്തെ ഇൻസിഡൻസ് ആകാം. അല്ലെങ്കിൽ ചില സമയത്ത് ഈ ആൾക്കാർ ഈ
കൊള്ളയടിക്കപ്പെടുന്നവര്, അങ്ങനത്തെ കേസുകളിൽ ഞാൻ നോർത്ത് ഉം. ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ അങ്ങനത്തെ വയലൻസ്, കമ്മ്യൂണൽ വയലൻസ്, വയലൻസ്. അങ്ങനത്തെ കേസ്, അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ, അതായത് നമുക്ക് നമ്മളെ കൊല്ലാൻ, നമ്മളിപ്പോ മരിക്കും, അല്ലെ നമ്മൾ മരിക്കും എന്നുള്ളൊരു സാഹചര്യം ഫേസ് ചെയ്യുന്നവരിലാണ് കൂടുതൽ, അല്ലെങ്കിൽ സ്റ്റക്കായി പോകുന്ന, ഇനിയും എനിക്ക് സ്റ്റക്കായി പോകുന്നത്. രക്ഷപ്പെടാൻ അതെ പറ്റത്തില്ല. ഓക്കെ. അതെ അതെ, നമ്മൾ അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുന്നവരിലാണ് ഈ തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവാറുള്ളത്. അപ്പം ഇത് തന്നെ ഈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലക്ഷണങ്ങൾ, ഇപ്പം ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ലക്ഷണങ്ങളെ പറ്റി ഞാൻ പറയാം. ഈ ലക്ഷണങ്ങൾ ഒരു മാസത്തിൽ കൂടുതൽ പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിലാണ് നമ്മൾ PTSD എന്ന പദം ഉപയോഗിക്കുന്നത്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന പദം ഉപയോഗിക്കുന്നത്. ഒരു മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നില്ല എങ്കിൽ, ഒരു മാസത്തിൽ താഴെയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്നൊരു പദവും ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ അത് ഇംപ്രൂവ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അതായത് ഇപ്പൊ എല്ലാവർക്കും വരണം എന്ന് നിർബന്ധമില്ല. അപ്പം കോവിഡ് വന്നു, ഫ്ലഡ് വന്നു, പല പ്രശ്നങ്ങളുണ്ടായി നമ്മുടെ നാട്ടിൽ തന്നെ. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ വരണമെന്ന് അവിടെ നിർബന്ധമില്ല. അവിടുത്തെ അയാളുടെ ഒരു മാനസികമായിട്ടുള്ള സ്ട്രെങ്തും ഫാമിലി സപ്പോർട്ട്, സോഷ്യൽ സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നല്ലതാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പം അത് എല്ലാവർക്കും ഡെവലപ്പ് ചെയ്തോണം എന്നില്ല, നിർബന്ധമില്ല. PTSD ആയിട്ട്, അതെ, PTSD ആയിട്ട് മാറണം എന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ തന്നെ മാം, ഈ PTSD എന്ന് പറയുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അതിനകത്ത് ട്രോമ ആണല്ലോ കൂടുതലായിട്ടുള്ളത്. ട്രോമ എന്ന് പറയുന്ന ആ വാക്ക്, അല്ലെങ്കിൽ എന്താണ് ആളുകൾ ട്രോമാറ്റിക് എന്ന് പറയുന്ന ആ ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, മാനസികമായിട്ട് കടന്നു പോകുന്ന അവസ്ഥ? ട്രോമ നമ്മളിപ്പോ കൃത്യമായിട്ട് മലയാളീകരിച്ച ആഘാതം, ക്ഷതം എന്നൊക്കെ പറയാം. നമ്മളിപ്പം മാനസികാഘാതം എന്ന് പറയാം, മാനസികാഘാതം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള സിറ്റുവേഷൻസും. ഇപ്പൊ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ എന്ത് തരത്തിലുള്ള ഒരു അത്തരം സിറ്റുവേഷൻ, യുദ്ധമാകാം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആകാം, കലാമിറ്റീസ് ആകാം, ഫ്ലഡ് പോലത്തെ കണ്ടീഷൻസ്, ഫ്ലഡ്, ഉരുൾപൊട്ടൽ, അങ്ങനത്തെ കാര്യങ്ങള്, അതല്ല എങ്കിൽ റേപ്പ് പോലത്തെ സിറ്റുവേഷൻ, ആക്സിഡൻസ്. പിന്നെ കോവിഡിന്റെ സമയത്തൊക്കെ പ്രത്യേകിച്ചും യങ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ICUയിൽ അഡ്മിറ്റ് ആയി. വളരെ ചെറുപ്പത്തിൽ, 20കളിലും 30കളിലൊക്കെ പ്രായമുള്ള ചെറുപ്പക്കാർ അഡ്മിറ്റ് ആയി. തൊട്ടടുത്ത ബെഡിലൊക്കെ പേഷ്യൻസ് മരിക്കുന്നു. അങ്ങനെ കണ്ടിട്ട് അതൊരു മാനസികാഘാതമായിട്ട് മാറുന്നുണ്ട്. തീർച്ചയായിട്ടും കൃത്യമായിട്ട് പറഞ്ഞാൽ മരണത്തിനെ മുഖാമുഖം കാണുന്ന എന്ത് തരം സിറ്റുവേഷനും നമ്മളിവിടെ ഈ പറഞ്ഞ ട്രോമയിൽ വരും. ഓക്കെ. അപ്പൊ ഈ ഒരു ആക്സിഡന്റ് ഒരാൾ നേരിൽ കാണുമ്പോൾ ഒരുപക്ഷെ അവര് പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ അതിനുള്ള റെസ്പോൺസ്, അവർക്ക് പെട്ടെന്ന് അതിനെ പ്രതികരിക്കുന്നവരുണ്ടോ? ചില സാഹചര്യങ്ങൾ പറഞ്ഞു കേട്ടില്ല, ആൾക്കാരങ്ങ് നമ്മായിപ്പോയി, ആൾക്കാർക്ക് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല, അവർ എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടത്തില്ല, കുറച്ച് ദിവസത്തേക്ക് അവരൊന്നും മിണ്ടത്തില്ല, പിന്നീട് അവർക്ക് ഡിപ്രഷനിൽ. അപ്പം ഈ ട്രോമ വരുമ്പോൾ പെട്ടെന്നുള്ള പ്രതികരണങ്ങളുണ്ടോ, ഡിലേ ആയിട്ടുള്ള പ്രതികരണങ്ങളുണ്ടോ? രണ്ട് രീതിയിലും വരാം. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരാള് ഇപ്പം ഈ ആക്സിഡന്റിൽ പെട്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു മരണത്തിനെ മുഖാമുഖം കാണുന്ന സിറ്റുവേഷനിൽ പെട്ട ഒരാൾക്ക് തന്നെ PTSD വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് കണ്ടോണ്ടിരിക്കുന്ന ഒരു ദൃക്സാക്ഷിക്കും വേണമെങ്കിൽ PTSD ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ ഒരാള് റോഡിലൂടെ പോകുമ്പോൾ അയാളുടെ കൺമുന്നിൽ വെച്ച് മറ്റു 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് വെച്ചു, അത് കാണുന്ന അയാൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ വ്യക്തി, ആ ദൃക്സാക്ഷിക്ക് വരെ PTSD ഡെവലപ്പ് ചെയ്യാം. പക്ഷെ അത് അയാളുടെ കുറെ പേഴ്സണാലിറ്റി, അയാളുടെ വ്യക്തിത്വത്തിനെയൊക്കെ മുകളിൽ, ഇപ്പം പെട്ടെന്ന് ചെറുപ്പം മുതലേ പെട്ടെന്ന് ചെറിയ കാര്യത്തിലൊക്കെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാര് ഒക്കെയാണ് എങ്കിൽ പെട്ടെന്ന് PTSD വരാൻ സാധ്യതയുണ്ട്. PTSD പോലത്തെ സിംറ്റംസിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ. ചിലർക്ക് നമ്മൾ എന്താ പറയാ, നമ്മുടെ തലച്ചോറിൽ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, നമുക്ക് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. അപ്പം സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ്, ഫൈറ്റ്, ഫ്രൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ റെസ്പോൺസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കുഞ്ഞു സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു 10ലും 12ലും ഒക്കെ ബയോളജി എടുത്തവർക്കൊക്കെ അറിയാം. അപ്പൊ ഈ ഒരു സിസ്റ്റമാണ് അവിടെ ആക്റ്റീവ് ആകുന്നത്. അപ്പൊ ഒരാൾ അതിനകത്ത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് ആ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യണമെന്നില്ല, എന്നാൽ ചില വ്യക്തികൾ എന്നാൽ ഇതിന് പ്രോൺ ആണ്. പിന്നെ ബാക്കി നമ്മൾ എന്തോരം സപ്പോർട്ട് ബാക്കിയുള്ളവരുടെ അടുത്തുനിന്ന് കിട്ടുന്നു എന്നുള്ളതും ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസത്തിൽ കൂടുതൽ സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ PTSD എന്ന് പറയുന്നത്. ഒരു മാസത്തിന് താഴെയുള്ളത് നമ്മൾ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്നാ പറയുന്നത്. ഒരു മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള അയാൾക്ക് ഉണ്ടാകുന്ന സമയത്ത് അയാളുടെ റിസർവ്, അതിനുശേഷം അയാൾക്ക് കിട്ടുന്ന മാനസികമായിട്ടും
ഉള്ള പിന്തുണ ഒക്കെ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഓക്കെ. ഇതേ സമയം മാം മുമ്പേ പറഞ്ഞതുപോലെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ആളുകൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങള് ഇങ്ങനെ ഒരു പെട്ടെന്നാണ് പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് വെള്ളം കയറുമെന്ന് പ്രതീക്ഷയില്ലാത്ത സ്ഥലങ്ങളിലാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. അവരതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും അവരുടെ സമ്പാദ്യം മുഴുവനും ഒരു നിമിഷം കൊണ്ട് അവരുടെ കൺമുമ്പിൽ നഷ്ടപ്പെടുകയായിരുന്നു. പിന്നീട് അവര് ക്യാമ്പുകളിലൊക്കെ പോയി തിരിച്ചു വന്നിട്ടും രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ, ഉറങ്ങണമെങ്കിൽ എപ്പോഴും എഴുന്നേറ്റ് പോയി ജനലിനകത്തോട് നോക്കും വെള്ളം വരുന്നുണ്ടോ. അപ്പൊ അങ്ങനെ ഒത്തിരി എന്താണ് ശരിക്കും ഇവരുടെ ആ പഴയ ഓർമ്മകളാണോ ഇവരുടെ മനസ്സിലേക്ക് മടങ്ങി വരുന്നത്? അവർ ആ ഒരു എക്സ്പീരിയൻസ് റീലിവ് ചെയ്യുകയാണോ? എന്താണ് ശരിക്കും PTSD വരുമ്പോൾ അവർക്കുണ്ടാകുന്നത് സാർ? തീർച്ചയായിട്ടും ഇതിനകത്ത് കുറെ ഇപ്പൊ PTSD ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു സിംറ്റം പാറ്റേൺ തന്നെ ഉണ്ട് അതിനകത്ത്. ഇതിൽ ഒന്നാമത് ഈ പറഞ്ഞ റീലിവിങ് എക്സ്പീരിയൻസ്, നമ്മളതിനെ ഇൻട്രൂഷൻ സിംറ്റംസ് എന്നൊക്കെ പറയും. അതായത് വീണ്ടും 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 ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു, വീണ്ടും ആ സംഭവം ആവർത്തിക്കുന്നതായിട്ടുള്ള ഒരു ഭയം, അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ ഒരു എന്താ ഒരു എക്സ്പീരിയൻസ് പോലും, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ അവർക്ക് തോന്നും. അവരിങ്ങനെ പെട്ടെന്ന് വെള്ളം പൊങ്ങുന്നു, അല്ലെങ്കിൽ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ദുസ്വപ്നങ്ങൾ, ഈ ഒരു സംഭവത്തെ പറ്റി തന്നെ വീണ്ടും വീണ്ടും റിക്കറന്റ് ആയിട്ട് ഒരേ കാര്യം ദുസ്വപ്നങ്ങൾ കാണുക, നൈറ്റ് മെയർസ് ഉണ്ടാവുക, അതൊക്കെ അല്ലെ ഈ സംഭവം നടന്ന സ്ഥലത്തൂടെ പോകും. അപ്പം വീട്ടിൽ വെള്ളം കയറി, വീട്ടിൽ പോയി കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, അവിടെ വീണ്ടും വെള്ളം കയറുമെന്നൊരു ഭയം. ഓക്കെ. അപ്പൊ ആ സംഭവങ്ങള് ഉണ്ടായ സ്ഥലങ്ങളിലൂടെ പോവാണ്. ഇപ്പൊ ഒരു ആക്സിഡന്റ് ആണെങ്കിൽ ആ ആക്സിഡന്റ് ഉള്ള സ്ഥലത്തൂടെ പിന്നെ പോവാൻ മടിക്കുക. ഓക്കെ. അപ്പം ഇൻട്രൂഷൻ സിംറ്റംസ് അല്ലെ റീലിവിങ് സിംറ്റംസോ അല്ലെങ്കിൽ ദുസ്വപ്നങ്ങളോ ഒരു സിംറ്റമാണ്. പിന്നെ അത്തരം സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ, അവോയ്ഡൻസ് സിംറ്റംസ് എന്ന് നമ്മൾ പറയും. ആ ഒരു സിറ്റുവേഷനിലൂടെ ഇനി പോകാതിരിക്കാനായിട്ട് അത്തരം ഒരു സാഹചര്യം തന്നെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാള് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് അയാൾക്ക് ആക്സിഡന്റ് ഉണ്ടായി, പിന്നെ ആ വഴി കൂടെ പോകാൻ അയാൾക്ക് പേടിയാണ്, അയാൾ വേറെ ഏതെങ്കിലും റൂട്ട് എടുത്ത് എപ്പോഴും പോവുക. നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ അവോയ്ഡൻസ് സിംറ്റംസ് എന്ന് പറയും. പിന്നെ മറ്റു രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ആങ്സൈറ്റി, പെട്ടെന്ന് ഹൈപ്പർ അറോസൽ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ഇരിക്കും, പെട്ടെന്ന് ഞെട്ടുക, പെട്ടെന്ന് നെഞ്ചിടിപ്പ് വല്ലാതെ കൂടുക. ഓക്കെ. പെട്ടെന്ന് അലർട്ട് ആവുക, എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോഴത്തേന് തിരിഞ്ഞു നോക്കുക, അങ്ങനെ ഒരു ഹൈപ്പർ അറോസൽ. ചെറിയ കാര്യങ്ങൾ പോലും അവരെ ഡിസ്ട്രാക്ട് ചെയ്യുക, അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുകയും അല്ലെ നെഞ്ചെടുപ്പും ശ്വാസം മുട്ടലും അങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക. പിന്നെ മറ്റൊന്നെന്ന് പറയുമ്പോൾ പിന്നീട് സ്ഥിരമായിട്ട് ഈ ഒരു സംഭവത്തിന് ശേഷം കൂടുതലും മൂഡ് ഓഫ് ആയിട്ട്, ചിലപ്പോൾ ഡിപ്രഷൻ പോലത്തെ സിംറ്റംസ് ആയിരിക്കാം, പൊതുവെ എപ്പോഴും വിഷമിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒന്നിനും ഒരു താല്പര്യം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ടെൻഷൻ അടിക്കുക. ചില ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും ഈ യുദ്ധഭൂമി എന്നുള്ള സോൾജേഴ്സിലാണല്ലോ അത് ആദ്യം നോട്ട് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ മദ്യപാനം, പുകവലി, അങ്ങനത്തെ ഒരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലോട്ട് തിരിഞ്ഞു പോകാനുള്ള ഒരു റിസ്ക്കും ഉണ്ട്. കാരണം ഈ പട്ടാളക്കാർക്ക് അത് അവരുടെ ആ ഒരു റിയാലിറ്റി, അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന യാഥാർത്ഥ്യത്തെ മറയ്ക്കാനോ അതിൽ നിന്ന് ഓടി ഒളിക്കാനോ വേണ്ടിയായിരിക്കും അവർ അഡിക്ഷനിലേക്ക് പോകുന്നത്. അവര് പലപ്പോഴും ഈ പറയുന്ന സിംറ്റംസ് നമ്മളിപ്പോ പറയുന്നത് പോലെയല്ല, ഒരു ആൻസൈറ്റി സിംറ്റംസ് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് അത് ഭയങ്കര അൺബെയറബിൾ ആണ്. അവർക്ക് ഇങ്ങനെ അവരുടെ തിരിക്കാൻ പറ്റില്ല, നെഞ്ചിടിപ്പ് കൂടുന്നു, അല്ലെങ്കിൽ വെപ്രാളം വരുന്നു എന്നൊക്കെ വരുമ്പോഴത്തേന് എങ്ങനെയും ഇതൊന്ന് ഒതുങ്ങിയാൽ മതി, അതിപ്പോ ഇത്തിരി കള്ളു കുടിച്ചിട്ട് അതങ്ങ് എവിടെയെങ്കിലും ഉറങ്ങി കിടന്നാൽ മതി എന്നുള്ള രീതിയിൽ അവർ സെൽഫ് മെഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ചിലപ്പം മദ്യം ഉപയോഗിച്ചു കളയും. അങ്ങനെയൊക്കെ വരാം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് എവിടെയെങ്കിലും എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി, ഉറക്കക്കുറവ് പോലത്തെ പ്രശ്നങ്ങളും ദുസ്വപ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നവരും ഒരുപാടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. മാം മുമ്പേ പറഞ്ഞ പോലെ പല രീതിയിലുള്ള ആഘാതങ്ങളാണ് ഈ മസ്തിഷ്ക ക്ഷതത്തിന് കാരണമാകുന്നത്, PTSDക്ക് കാരണമാകുന്നത് പറഞ്ഞു. ചെറുപ്പകാലത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ അത് എത്രത്തോളം അവരുടെ വളർച്ചയെ, അല്ലെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ അവരുടെ ഇമോഷണൽ അല്ലെ അവരുടെ വൈകാരികമായിട്ട് മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്സിലൊക്കെ ഉണ്ടാകാവുന്ന വൈകല്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം PTSD എന്നൊരു ഡയഗ്നോസിസ് നമ്മൾ പൊതുവെ ഒരു ഏകദേശം കുറച്ച് പ്രായമുള്ള ഒരു 6-7 വയസ്സിന് മേലോട്ടുള്ളവരിൽ മാത്രമേ നമ്മൾ PTSD എന്നുള്ളൊരു ഡയഗ്നോസിസ് വെക്കാറുള്ളൂ. കുഞ്ഞുങ്ങളിൽ, പ്രത്യേകിച്ചും തീരെ ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അറ്റാച്ച്മെന്റ് ഡിസോർഡേഴ്സ്, ഓക്കെ, അതിനകത്ത് പ്രത്യേകിച്ചും ഈ
കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് മനുഷ്യന്റെ കുഞ്ഞാണ്, അവർ വളരെ ഏറെക്കാലത്തേക്ക് നമ്മുടെ നാട്ടിലൊരു കണക്കനുസരിച്ച് വെച്ചാൽ ലീഗലി 18 വയസ്സ് വരെ അവർ ഡിപ്പെൻഡന്റ് ആണ്. പക്ഷെ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ആദ്യത്തെ 4-5 വർഷം എന്ന് പറയുന്നത് ആ സമയത്താണ് അവര് ഇമോഷണൽ അറ്റാച്ച്മെന്റുകൾ ഉണ്ടാകുന്നത്. അപ്പം ഒരു പ്രൈമറി കെയർ ഗീവർ ഒന്നോ അതിൽ കൂടുതലോ ആകാം, അമ്മ തന്നെ വേണമെന്നില്ല, അമ്മയോ അച്ഛനോ ആര് വേണമെങ്കിലും. നമ്മൾ പ്രൈമറി കെയർ ഗീവർ എന്നൊരു വാക്ക് മാത്രമേ ഇപ്പൊ ഉപയോഗിക്കാറുള്ളൂ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ അനുസരിച്ച് അത് അമ്മയാണ്. പക്ഷെ അമ്മയോ അച്ഛനോ അപ്പൂപ്പനോ അമ്മൂമ്മയോ ആരെങ്കിലും ഒരു പ്രൈമറി കെയർ ടേക്കറാണ്. അവരുമായിട്ടാണ് ആദ്യം കുഞ്ഞുങ്ങൾ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നത്. ഒരാൾ തന്നെ ആവണമെന്നില്ല, 2-3 പ്രൈമറി കെയർ ഗീവേഴ്സ് ഉണ്ടാകാം. എന്നിരുന്നാലും അവരുമായിട്ടാണ് കുഞ്ഞുങ്ങൾ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നത്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അതായത് പ്രത്യേകിച്ചും ഈ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ഓർഫൻഡ് ആകുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഈ പേരൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, പേരൻസ് മരിച്ചുപോയി, ഫോസ്റ്റർ കെയറിൽ അതായത് ബന്ധുക്കളുടെ ഒപ്പമോ ഗ്രാൻഡ് പാരൻസിന്റെ ഒപ്പമോ നിൽക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ, പിന്നെ ചില കേസുകളിൽ പേരൻസിന്റെ ഭാഗത്ത് നിന്ന് മാനസികമായിട്ടുള്ള പീഡനം ഏൽക്കപ്പെടേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം പേരൻസിന്റെ മദ്യപാനം മൂലമോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം, മാനസിക പ്രശ്നമുള്ള പേരൻസ് കാരണം, ചിലപ്പോൾ മാനസിക പ്രശ്നമുള്ള പേരൻസ് കാരണം ഈ ചെറിയ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ഉപദ്രവിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ഉപദ്രവിക്കുക, തല്ലുക, വഴക്ക് പറയുക, ഓക്കെ, അവരെ നെഗ്ലക്ട് ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ, അതായത് നമ്മൾ നെഗ്ലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രത്യേകിച്ചും ഈ ബേസിക് ആയിട്ടുള്ള കൃത്യസമയത്ത് ആഹാരം കൊടുക്കുക പോലത്തെ കാര്യങ്ങൾ, അല്ലെ അവര് വിഷമിക്കുമ്പോൾ അവരെ കംഫർട്ട് ചെയ്യുക പോലത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ വരുന്ന കുഞ്ഞുങ്ങളിൽ അവരുടെ അറ്റാച്ച്മെന്റ് ഫോർമേഷൻ തന്നെ അഫക്റ്റ് ആവപ്പെടാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ 2 രീതിയിൽ അത് പ്രസന്റ് ചെയ്യാം. ഒന്നുകിൽ ഈ കുഞ്ഞുങ്ങള് വളർന്നു വരുമ്പോഴത്തേന് ആരോടും ഒരു അടുപ്പം ഇല്ല, ആരുടെ അടുത്ത് പോത്തില്ല, എന്തെങ്കിലും വേണോന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് പോയി ഒതുങ്ങി ഒന്നും ആരോടും ഇടപെടാത്ത രീതിയിൽ വരാം. നമ്മൾ അതിനെ റിയാക്റ്റീവ് അറ്റാച്ച്മെന്റ് ഡിസോർഡർ എന്ന് പറയും. ഇനി വേറൊരു രീതിയിലും ചിലപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാം. ചില കുട്ടികളാണെങ്കിൽ നേരെ മറിച്ച് ആര് വിളിച്ചാലും ഒരു പരിചയമില്ലാത്തവർക്കൊക്കെ അടുത്ത് ചെന്ന് സംസാരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പൊ കേരളത്തിൽ അത്തരം ഒരു സാഹചര്യം കാണാൻ കുറവാണ്. എന്നാലും നമ്മൾ ഈ നാടോടികളുടെ ഒക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പോൾ ചില സമയത്ത് അങ്ങനെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. എല്ലാരും അല്ല, എന്നാലും ചില കേസുകളെങ്കിലും ആരെ കണ്ടാലും കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സിനെ കണ്ടാലും അവർ വിളിച്ചു കഴിഞ്ഞാൽ കൂടെ അങ്ങ് പോവുക. അപ്പൊ ആ കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പത്തിലെ സെക്ഷൽ അസോൾട്ടിനൊക്കെ വിക്ടിം ആകാനുള്ള റിസ്ക്കും കൂടുതലാണ് അത്തരം കുഞ്ഞുങ്ങൾ. അതിനെ നമ്മൾ ഡിസ്ഇൻഹിബിറ്റഡ് സോഷ്യൽ എൻഗേജ്മെന്റ് എന്ന് പറയാം. അതായത് യൂഷ്വലി നമ്മൾ വളർത്തുമ്പോൾ നോർമലായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ മോനെ പരിചയമില്ലാത്തവരോട് സംസാരിക്കരുത്, സ്ട്രേഞ്ചർ ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ചിലപ്പം ഒരു പരിചയമില്ലാത്തവരോട് വരെ ചിരിച്ചങ്ങ് ചിലപ്പം വിളിച്ച് അവരെന്തെങ്കിലും കൊടുത്താലോ കൂടെ അങ്ങ് പോവാനുള്ള റിസ്ക്കും അബ്യൂസിന് ഇരയാകപ്പെടാനുള്ള ഒരു റിസ്ക്കും ഉണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്, ഞാനിതിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നത്, നമ്മൾ അവയർനെസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെയെങ്കിലും കുറച്ചെങ്കിലും അവയർനെസ് കൊണ്ടുവരാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം മുദ്ര കുത്താതിരിക്കുക. കാരണം ഈ PTSD എന്ന് പറയുന്നത് ഒരാളുടെ ഒരു നിർഭാഗ്യം കൊണ്ട് നിർഭാഗ്യം കൊണ്ടോ സാഹചര്യം കൊണ്ടോ നമുക്ക് അറിഞ്ഞൂടെ, അയാള് പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ്. അത് ആ സിറ്റുവേഷനിൽ പെടുന്ന ആർക്കും ചിലപ്പം ഡെവലപ്പ് ചെയ്യാകുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, യുദ്ധഭൂമിയിലുള്ള സൈനികർക്കാണ് ആദ്യം കണ്ടത്, അവരെക്കാളും ധൈര്യമുള്ള ആരുണ്ട്? അപ്പൊ ഒരാൾക്ക് ധൈര്യം ഉള്ളത് കൊണ്ടല്ലേ അവർ യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യാൻ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പം അവിടെ കൂടെ ഉള്ളവര് വരെ അവർക്ക് തന്നെ അംഗഭംഗം സംഭവിക്കുക, അല്ലെ അവർ മരിക്കുക, കൂട്ടുകാര് കൂടെ ഒരുമിച്ച് ആഹാരമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ടൈം സ്പെൻഡ് ചെയ്യുക, കൂട്ടുകാർക്ക് ഇതൊക്കെ സംഭവിക്കുന്നത് കണ്ടാണ് കൂടുതലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെ മറ്റുള്ളവർക്ക്, കുഞ്ഞുങ്ങൾക്ക് ഒക്കെ വരുന്നത് കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി, നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ ദിവസം 1 മാസത്തിന് മുമ്പ് 4 ആഴ്ചക്ക് മുമ്പ് ഉണ്ടായ ഒരു വലിയ ഒരു അപകടമായിരുന്നു കുവൈറ്റിലുണ്ടായ ആ ഒരു തീപിടുത്തത്തിൽ. അന്ന് ഒത്തിരി പേര് ഇന്ത്യക്കാരാണ് കൂടുതൽ അതിനകത്ത് മരണമടഞ്ഞത്. അതിൽ 24 പേരിൽ കൂടുതലും മലയാളികളായിരുന്നു എന്നത് വളരെ ദുഃഖത്തോടെയാണ് നമ്മൾ ഓർക്കുന്നത്. എല്ലാവരുടെയും ദുഃഖത്തിൽ നാം പങ്കുചേരുകയാണ്. ആ കുടുംബത്തിൽ ഉള്ള ആളുകളും ഇങ്ങനെയുള്ള ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ അവരോടൊപ്പം തന്നെ ജോലി ചെയ്ത ആളുകൾ, അവരോടൊപ്പം തന്നെ അന്ന് വരാൻ പറ്റാത്ത ഒരു കൂട്ടുകാരനുണ്ടായ അപകടത്തെ പറ്റിയൊക്കെ ഇങ്ങനെ
വളരെ വ്യത്യസ്തമായിട്ടുള്ള മാനസിക അവസ്ഥയിലേക്ക് പോയ, ഇപ്പോ PTSD പോലുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടായ ആളുകളെ പറ്റിയുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതും അവർക്ക് എങ്ങനെയുള്ളൊരു രീതിയിലാണ് അവരോട് അപ്രോച്ച് ചെയ്യേണ്ടത്, അവരെ എങ്ങനെയാണ് നമ്മൾ സഹായിക്കേണ്ടത്? ഇപ്പം അതിനകത്ത് നമ്മളുടെ ലോകാരോഗ്യ സംഘടന കൊണ്ടുവന്ന ഒരു ടേമാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. മാനസികമായിട്ടുള്ള പ്രഥമ ശുശ്രൂഷ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിനെ പറ്റി. അപ്പം ഈ ഒരു സിറ്റുവേഷൻ, ആ സാഹചര്യത്തിൽ പെട്ട അല്ലെങ്കിൽ അതിന് ദൃക്സാക്ഷിയാക്കപ്പെടുന്ന ആർക്കും വരാമെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഈ പറഞ്ഞ കാര്യം. അപ്പം അവിടെ വരുന്ന ആരും, അവിടെ ആ സാഹചര്യത്തിൽ നമ്മൾ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയാം. അപ്പം അവിടെ സഹായിക്കാൻ എത്തുന്ന ആർക്കും സഹായിക്കാം, ഇവരെ മാനസികമായിട്ടുള്ള പിന്തുണ നൽകാം എന്നുള്ളതാണ് അവിടുത്തെ ഒന്നാമത്തെ കാര്യം. അപ്പം അതിൽ 3 കാര്യങ്ങളാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൽ പറയുന്നത്. ഒന്ന് ലുക്ക്, നോക്കുക. ലിസൺ, അവർ പറയുന്നത് കേൾക്കുക. ലിങ്ക്, അവരെ കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്ക്, സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കുക, അവരെ കണക്ട് ചെയ്യുക. അപ്പം ഒന്നാമത്തെ കാര്യം ലുക്ക്, നോക്കുക. നോക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരിക്കലും മാനസികമായിട്ടുള്ള ഡിസ്ട്രസ് ഉണ്ടോ എന്ന് മാത്രമല്ല നോക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.